എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ബ്രിട്ടീഷ് ഭരണത്തിന് നേരെ ഗാന്ധിജി നയിച്ച വൻ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. മിതവാദികളായ മറ്റു കോൺഗ്രസ് നേതാക്കളെ പോലെ ഗാന്ധിയും ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനാൽ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കുന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ 1919 ചില സംഭവങ്ങൾ ബ്രിട്ടീഷുകാരോടുള്ള ഗാന്ധിജിയുടെ വീക്ഷണത്തെ പാടെ മാറ്റിമറിക്കുകയും അദ്ദേഹത്തെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രാകൃതമായ റൗലറ്റ് നിയമവും ദാരുണമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിലുള്ള ഗാന്ധിജിയുടെ വിശ്വാസത്തെ ഇളക്കിമറിച്ചു. യുദ്ധകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളോട് ബ്രിട്ടീഷുകാർ കാണിച്ച വിമുഖതയും ഇന്ത്യക്കാർക്ക് നൽകിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ നിന്നും അവർ പുറകോട്ട് പോയതും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. നിരാശാജനകമായ മൊണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങളും ഖിലാഫത്ത് പ്രശ്നവും ബ്രിട്ടീഷുകാരുടെ നന്മയിൽ വിശ്വാസമർപ്പിക്കുന്നത് അർദ്ധശൂന്യമാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഗാന്ധിജിയെ ഒരു കലാപകാരിയാക്കി മാറ്റിയതിനും സഹകരണത്തിൽ നിന്നും നിസ്സഹകരണത്തിലേക്ക് വഴിമാറ്റിയതിനും പ്രേരിപ്പിച്ച സംഭവങ്ങൾ ഇവയായിരുന്നു. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ